നോക്കൂ, ഇപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറയാനുള്ള ആ ഒരു ആർജവം എന്തുകൊണ്ടാണ് ഇപ്പോഴും മത നേതൃത്വം കാണിക്കാത്തത്? എന്നെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. എപ്പോഴും ഇങ്ങനെയുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ മത നേതൃത്വം ഇപ്പോഴും നിശബ്ദരായി ഇരിക്കുകയാണ്. വൈ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ അനിൽ നമ്പ്യാർ. അതിന് പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, നേരത്തെ തീവ്രവാദത്തെ അപലപിച്ചിരുന്ന സംഘടനകൾ, മുഖ്യധാര ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തുകയും അതിനെതിരായി നിരന്തരം മതപ്രസംഗങ്ങളും വയലുമൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നൊരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കുന്ന വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫണ്ടമെന്റൽ ആശയങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുഖ്യധാര സംഘടനകളൊക്കെ അവരവരുടെ പാർട്ടി കമ്മിറ്റികൾക്ക്, സംഘടനാ സമിതികൾക്ക് ചെന്നിരിക്കുമ്പോൾ അവരുടെയൊക്കെ തലച്ചോറിനകത്ത് കയറിയിരിക്കുന്നത് അന്നന്ന് ഇവർക്ക് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയകളാണ്. അതുകൊണ്ട് ആ മീഡിയകൾ ഇപ്പോൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിന്റെ തലക്കകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ഒരു കാര്യം. രണ്ട്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ വിദൂരമായ ബന്ധമുള്ളതൊക്കെയായ ചർച്ചകളിലേക്ക് പോയി. ഒരു കാര്യം ഇതിൻ്റെ കോർ പോയിന്റായിട്ട് വരേണ്ടതുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംഘടനകൾക്ക് അത് ഇസ്ലാമിക പ്രവർത്തനമാകട്ടെ, ചാരിറ്റി പ്രവർത്തനമാകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ഫണ്ട് വരാനിടയാക്കുന്ന സംഗതികളെ വളരെ ശക്തമായിട്ട് അത്തരം ചാനലുകളെ, അത്തരം ഏജൻസികളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ എഫക്റ്റീവ് ആകും. അതിപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ 13,000 വ്യക്തികൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുക്കുമ്പോൾ മാത്രമല്ല, പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ തന്നെ, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെ നാഷണൽ ബജറ്റ് അലോക്കേഷനിൽ നിന്ന്, അവരുടെ രാജ്യത്തിൻ്റെ ഫണ്ടിൽ നിന്ന്, ബൈത്തുൽ മാൽ എന്ന് പറയും, അതാത് രാജ്യങ്ങളുടെ ഫണ്ടിൽ നിന്ന് അന്യരാജ്യങ്ങളിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് അമുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഇസ്ലാമിക സംഘടനകൾക്ക് നേരിട്ട് പണം കൊടുക്കാൻ വകുപ്പുണ്ട്. അത് ഒഴുകി വരുന്ന ചാനലുകളുണ്ട്. അത് ലീഗലായി ഇവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അത് പല തരത്തിലാണ്. നമ്മളെ NGOമാരാകട്ടെ, ഏതെങ്കിലുമൊക്കെ പേരിലുള്ള സംഘടനകൾ, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. വളരെ കൃത്യമാണത്. പോപ്പുലർ ഫ്രണ്ട് ഏത് നേരത്തും നിരോധിക്കപ്പെട്ടേക്കാം എന്ന് അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പി കോയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒന്ന് നിരോധിക്കപ്പെടുമെന്ന് കണ്ടുകൊണ്ട് 10 സംഘടനകളെങ്കിലും അവർ ബദലുണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത്തരം സംഘടനകളിലേക്ക് പണം വരാനുള്ള ചാനലുണ്ട്. അതിപ്പോൾ വ്യക്തികളുടെ അക്കൗണ്ടുകൾ നമ്മൾ വാച്ച് ചെയ്താൽ മാത്രം മതിയാവില്ല. സർക്കാരുകൾ തന്നെ ഇത് വലിയ തോതിൽ ബൾക്കായിട്ട് പണം തരാൻ ഇവിടുത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ, മറ്റു മതങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് എന്ന വ്യാജേന ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം വരാൻ ഏത് രാജ്യത്ത് നിന്ന് എങ്ങനെ വന്നാലും അതിവിടെ എത്താൻ പാടില്ല. എത്തിയാൽ അത് കണ്ടുകെട്ടിയിട്ട് ഭരണകൂടത്തിലേക്ക് ആ പണം പോകണം. അതൊരിക്കലും അതിന് റിസീവിങ് എൻഡിലേക്ക് പോകരുത് എന്ന് വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് എഫക്റ്റീവ് ആകേണ്ടതുണ്ട്. ആയാൽ ഞാനൊരു അനുഭവം പറയാം. കേരളത്തിലെ ആദ്യത്തെ ഇപ്പോൾ അറിയപ്പെടുന്ന സംഘടനകളിൽ മോശമല്ലാത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങി വെച്ച സംഘടന സിമിയാണ്. തീവ്രവാദ മുദ്രാവാക്യങ്ങളും അതിനനുബന്ധമായ പ്രവർത്തനങ്ങളും ഒക്കെ ഈ സിമിയിലാണ് ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നത് കേരളത്തിൽ. സിമിയിലെ പിളർപ്പിന്റെ അടിസ്ഥാനം എന്തായിരുന്നു അറിയോ? 2 വിദേശ രാജ്യങ്ങൾ സിമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് അവർ പറയുന്ന ഫണ്ടമെന്റൽ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചു. ഓഫർ ചെയ്തു 2 രാജ്യങ്ങൾ. ഒന്ന് ഇറാനായിരുന്നു, മറ്റൊന്ന് സൗദി അറേബ്യയാണ്. അപ്പോൾ ഈ സിമിയുടെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു തർക്കം, ഷിയ രാജ്യമായ ഇറാന്റെ പണം നമ്മൾ സ്വീകരിക്കുന്നത് ശരിയാണോ? സുന്നി ഭൂരിപക്ഷ രാജ്യമല്ലേ ഇന്ത്യ? അത് പിന്നീട് നമുക്ക് വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരില്ലേ എന്നുള്ള ശങ്കയുണ്ടായി. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ശരിയല്ല, സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമല്ല, അത് രാജഭരണം നടക്കുന്ന രാജ്യമാണ്. ആ രാജഭരണമാണെങ്കിൽ അങ്ങേയറ്റം കെടുകാര്യസ്ഥതയാണ്, അഴിമതിയാണ്. അതുകൊണ്ട് അവിടുത്തെ പണം പാടില്ല. അതുകൊണ്ട് സൗദി അറേബ്യയുടെ പണം വേണോ ഇറാന്റെ പണം വേണോ എന്ന് തർക്കിച്ചിട്ട് ആ സംഘടന നെടുകെ പിളർന്നു, 2ആയിട്ട് മാറി. ഇറാൻ പക്ഷപാതികൾ പോയിട്ട് അരീക്കോട് കേന്ദ്രമാക്കി ഇസ്ലാമിക് ഫൗണ്ടേഷൻ തുടങ്ങി. സൗദി പക്ഷപാതികൾ കോഴിക്കോട് മാവൂർ കേന്ദ്രമാക്കിയിട്ട് ഇസ്ലാമിക് യൂത്ത് സെന്ററും തുടങ്ങി.
ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ അഥവാ ഇറാൻ പക്ഷം പൂട്ടിപ്പോയി. എന്തുകൊണ്ടെന്നാൽ ഇറാൻ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കാൻ തൽക്കാലം നിവൃത്തിയില്ല, ഞങ്ങൾ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെന്ന് തീരുമാനിച്ചപ്പോൾ ഇറാന്റെ പണം നിന്നപ്പോൾ ഒരു സംഘടന പൂട്ടിപ്പോയി. അതേ സമയത്ത് സൗദി അറേബ്യ ഉദാരമായിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇസ്ലാമിക് യൂത്ത് സെന്റർ ഉണ്ടായത്. ഇനി ഒരു കാര്യം കൂടി ഇതിനോട് അനുബന്ധമായിട്ട് നമ്മൾ ഓർത്തു നോക്കൂ. തീവ്രവാദ പ്രവർത്തനം ഉണ്ടാകുന്നത് പണം കൊണ്ടാണോ, അതോ പണം വരുമ്പോൾ തീവ്രവാദ പ്രവർത്തനം? ഇത് രണ്ടും തമ്മിൽ എനിക്ക് തോന്നുന്നു പരസ്പര പൂരകമാണ്. ഇപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി. ഇപ്പോൾ ഇസ്ലാമിക് യൂത്ത് സെന്റർ ഉണ്ടായി. ഇസ്ലാമിക് യൂത്ത് സെന്ററിൽ നിന്നാണ് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ഉണ്ടായത്. NDF, ലക്ഷണമൊത്ത ആദ്യത്തെ തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. NDFന് ആസ്തി കൂടിക്കൂടി വന്നപ്പോഴാണ് അതിന് തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും തിയേറ്റർ കത്തിക്കലും തുടങ്ങിയ അതിഭീകരമായ പ്രവർത്തനങ്ങൾ, ഫക്കീർ പാപ്പാനെ കൊല്ലാൻ പോകുന്നത്, രാഷ്ട്രീയ പ്രവർത്തകന്മാരെ ആക്രമിക്കാൻ പോയത്, ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകേണ്ടി വന്നത് അവരുടെ ആസ്തി വർദ്ധിക്കുമ്പോഴാണ്. ഒറ്റ ഉദാഹരണം കൂടി എടുത്തോളൂ. സമാധാനപരമായി ഇന്ന് വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറിയ ഒരു മൂവ്മെന്റ് ആണല്ലോ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ മൂവ്മെന്റ്. ആ മൂവ്മെന്റിന് എപ്പോഴാണ് ഒരു സുന്നി ടൈഗർ ഫോഴ്സ് വേണ്ടി വന്നത്? അവരുടെ ആസ്തി വർദ്ധിച്ചപ്പോഴാണ്. ആസ്തി വർദ്ധിക്കുമ്പോൾ അതിന്റെ സംരക്ഷകരായിട്ട് ഒരു പട്ടാളത്തെ ഉണ്ടാക്കിയെടുക്കുക. ഇത് പരസ്പര പൂരകമാണ്. ഒന്നിനൊന്ന് പരസ്പരം വളർത്തുകയാണ് എന്ന് കാണാൻ നമുക്ക് പറ്റണം. 2, ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നത് എന്തിനാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ത് ചേതോ വികാരത്തിലാണ് പണം കൊടുക്കുന്നത്? തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തോ ദൈവത്തിന്റെ മാർഗത്തിലുള്ള വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ അറിവിൽ പാവങ്ങളാണ്. പട്ടിണി പാവങ്ങളായ യഥാർത്ഥ വിശ്വാസികൾ നല്ലൊരു ശമനം. തീർച്ചയായിട്ടും ഐഡിയോളജിക്കലി ഇസ്ലാമിനകത്ത് ഇങ്ങനെ ഒരു അംശമുണ്ട്. ജിഹാദി പ്രവർത്തനം നടത്തുക. പ്രത്യേകിച്ച് ഇപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ, RSS ഭരിക്കുന്ന കാലത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്തോ മഹാകഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്, അവരെ രക്ഷിക്കാൻ ഫണ്ട് വേണം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ ഒരുപക്ഷെ ഒരുമ്പിട്ട് ഇറങ്ങുന്നത് ഈ പാവങ്ങളായ മുസ്ലിങ്ങളായിരിക്കും. പക്ഷെ കൊടുക്കുന്നത് ആരാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ തീവ്രവാദികൾക്ക് പണം കൊടുക്കുന്നത് ഒരിക്കലും ഈ യഥാർത്ഥ ജിഹാദി ആവേശമുള്ള പാവങ്ങളായ മുസ്ലിങ്ങളല്ല. അവരുടെ കയ്യിൽ എവിടുന്ന പണം കൊടുക്കുന്നത് ആരാന്നറിയോ? വലിയ ആസ്തിയുള്ള പണക്കാരാണ്. ആ ആസ്തിയുള്ളവരുടെ പ്രശ്നം എന്താ പറയുക? പേടിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട, അല്ലാത്തവർക്കും പേടിയാണ്. നാട്ടിൽ എവിടെയെങ്കിലും ഒരു കൊച്ചു തീവ്രവാദ പ്രവർത്തനം കാണിച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഞാൻ തീവ്രവാദിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, 4 ബ്ലാക്ക് കാറ്റ്സിനെ വെച്ച് പ്രകടനം നടത്തിയിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരായി 4 മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവന് പണം കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അബ്ദുൽ നാസർ മദനി പണം പിരിച്ചിരുന്ന ആരോടാ? ഞാൻ എത്രയോ അനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റും. അബ്ദുൽ നാസർ മദനി പണം പിരിച്ചിരുന്നത് മുസ്ലിം പ്രമാണിമാരെക്കാൾ കൂടുതൽ മറ്റു വ്യാപാരികളിൽ നിന്നാണ്, മുസ്ലിങ്ങൾ അല്ലാത്തവരിൽ നിന്നാണ്. എല്ലാവരും ഭയപ്പെടും. ഇവരെ ഭയപ്പെടുത്തിയിട്ട് പണം പറ്റുക. അതിന് വേണമെങ്കിൽ ഈ കുറച്ച് ഗുണ്ടകളെ ഇറക്കി വിട്ടിട്ട് ഏതെങ്കിലും വ്യാപാരികളെയൊക്കെ സ്വകാര്യമായും പരസ്യമായിട്ടും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ആസ്തിയുള്ളവർ തീവ്രവാദികളെ ഭയപ്പെടുകയും ആസ്തിയുള്ളവർ പണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ആസ്തിയുള്ളവർ ആരെയാണ് ഭയപ്പെടുന്നത്? നേരത്തെ ഇവിടുത്തെ വിദ്യാസാഗർ സാറാണെന്നോ പറഞ്ഞത് നമ്മളെപ്പോഴും പറയുന്നൊരു ഇഷ്യൂ ആണല്ലോ, ജോസഫ് സാറിന്റെ ഇഷ്യൂ. ജോസഫ് സാറിനെ യഥാർത്ഥത്തിൽ ജോസഫ് സാറിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ആരാ ഭയപ്പെട്ടത്? ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ മഹാഭൂരിപക്ഷം. ഈ പറഞ്ഞ പാവങ്ങൾ ആ കേസിൽ പ്രതിയായിരുന്ന പിന്നീട് വിട്ടയക്കപ്പെട്ട ഒരാൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ജയിലിൽ കിടന്ന് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സൈലന്റ് ആയൊരു പിന്തുണ അവർക്ക് കിട്ടി എന്നത് ആ കാലഘട്ടത്തിൽ ഈ ഒരു പക്ഷേ കേരളീയ സമൂഹത്തിലെ മുസ്ലിം സമൂഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റുമാണ്. പക്ഷേ അപ്പോഴും കേരളത്തിലെ മുഖ്യധാരാ സംഘടനകൾ ജോസഫ് മാഷെ രക്ഷിക്കാനും ജോസഫ് മാഷയ്ക്ക് രക്തം കൊടുക്കാനും ഒക്കെ പോയവരാണ്. പക്ഷെ ജോസഫ് മാഷയുടെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടത് ആരാണ്? ജോസഫ് മാഷയുടെ പുസ്തകം പറയുന്നുണ്ടല്ലോ, അറ്റുപോകാത്ത ഓർമ്മകൾ, ആ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ജോസഫ് മാഷയുടെ വൈഫിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ അവരെ ഭയപ്പെട്ടത് ന്യൂമാൻ കോളേജും അതിന്റെ നടത്തിപ്പുകാരായ കത്തോലിക്ക സഭയും അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരും ഭയപ്പെടുന്നു എന്നർത്ഥം. അവരെ ഭയപ്പെടുത്തി നിർത്താൻ ഉള്ള ടെക്നിക്കുകളൊക്കെ, തന്ത്രവിദ്യകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനമെങ്കിലും തീർച്ചയായിട്ടും ഒരു ചെറിയ ശതമാനം മനുഷ്യരുടെ മനസ്സിൽ എന്നെങ്കിലും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കളയാമെന്ന മതരാഷ്ട്രവാദം, എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് മരിച്ചു പോകാമെന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം വന്നാൽ ഞങ്ങൾക്കൊക്കെ ജിഹാദിന്റെ പെൻഷൻ കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്ന പട്ടിണി പാവങ്ങളായ മനുഷ്യന്മാർ അപൂർവം ഉണ്ടാകാം. പക്ഷേ ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനത്തിൽ മഹാഭൂരിപക്ഷവും
ആ തീവ്രവാദ പ്രവർത്തനത്തെ സമർത്ഥമായി ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത് വലിയ വ്യാപാരമായിട്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. വലിയ വ്യാപാരമാണ്. ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ആണല്ലോ ആദ്യം ഉണ്ടായത് 93-ലെ NDF. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവർ പോപ്പുലർ ഫ്രണ്ട് ആകുന്നത്, പിന്നെയാണ് SDPI ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ള ആളുകളുടെ ഇന്നത്തെ ആസ്തി ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുമോ സർക്കാർ? ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ എടുത്തോളൂ. ഓരോ നേതാവിൻ്റെയും ആസ്തി പരിശോധിക്കൂ. അവർക്ക് എന്തുണ്ടായിരുന്നു? വെറും കൈയോടെ ദീനീ സേവനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് ഇന്ന് ഓരോരുത്തരും എങ്ങനെയാണ് കോടികളുടെ ആസ്തി ഉള്ളവരായിട്ട് മാറിയത്? കോഴിക്കോട്ടെ ഇസ്ലാമിക് യൂത്ത് സെന്ററിന്റെ ഡയറക്ടർമാരെ ഓരോരുത്തരും എടുത്തോളൂ നിങ്ങൾ. ഞാൻ പറയുന്നത് ഇതൊക്കെ വലിയ വ്യാപാരമാണ്. വ്യാപാരം തന്നെയാണ്, യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഇപ്പം നടക്കുന്നത് വലിയ വ്യാപാരം. ഈ വ്യാപാരികൾക്ക് ആവശ്യമുള്ളതാണ്. വ്യാപാരം ഉണ്ടാകുമ്പോൾ ആ വ്യാപാരത്തിന് കാവൽക്കാരായിട്ട് കുറച്ച് കാവൽ പട്ടികളെ അല്ലെങ്കിൽ കുറച്ച് കാവൽ പൂച്ചകളെ, ബ്ലാക്ക് കാറ്റ്സിനെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദവും ആസ്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു കാര്യം കൂടി, നേരത്തെ വിദ്യാസാഗർ സാറാണെന്നോ തോന്നുന്നു കൃത്യമായിട്ട് പറഞ്ഞത്, ഇവരുടെയൊക്കെ ആസ്തി പരിശോധിക്കുമ്പോൾ ഇവരുടെയൊക്കെ ബിസിനസ് ഇടപാടുകളും കൂടി പരിശോധിക്കണം. എനിക്ക് കൃത്യമായിട്ട് അറിയാം, മലബാറിലെ തീവ്രവാദ സംഘടനകൾക്ക് വയനാട്ടിൽ എത്ര എസ്റ്റേറ്റ് ഉണ്ട് എന്ന് പരിശോധിച്ചാൽ മതി. നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇവർക്ക് ഭൂമി ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. അതിനവർ പറയുന്ന ന്യായം വളരെ സമർത്ഥമാണ്. എനിക്ക് നേരിട്ടുള്ള അനുഭവം ഞാൻ പറയാം. നമ്മുടെ മലബാർ കലാപകാലത്ത് ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്ന ഒരു വല്ലാത്ത ഓർമ്മയാണല്ലോ, ഒരിക്കലും ഉണങ്ങാത്ത ചോരയുടെ ഒരു ഓർമ്മയാണ് തുവൂരിലെ, എൻ്റെ ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ മലയോരത്തെ തുവൂരിലെ കിണറിൽ 19 പേരെ വെട്ടിക്കൊന്നിട്ടതാണ്. അപ്പോൾ ഈ വാരിയംകുന്നൻ്റെ പടയാളികൾ ചെയ്തതാണ്. പക്ഷെ ആ കിണർ ആരെങ്കിലും എന്താണ് ഞാൻ പറയുന്നത്, BJP നാട് ഭരിക്കുന്നു, വലിയ തോതിൽ ഈ തുവൂർ കിണറിന്റെ പേരിലും മലബാർ കലാപത്തിന്റെ പേരിലൊക്കെ ഞങ്ങളൊക്കെ വലിയ തോതിൽ ഞങ്ങൾ ആവുന്ന വിധത്തിലൊക്കെ ഒച്ച വെക്കുന്നുണ്ട്. മലബാർ കലാപകാലത്ത് കേരളത്തിലെ ഹിന്ദുക്കളോട് ഇവിടുത്തെ ഈ വാരിയംകുന്നനും കൂട്ടരും കാണിച്ച അതിക്രമങ്ങളെ കുറിച്ചൊക്കെ ഞാനൊന്നും ഒരു ദിവസം പോലും പറയാതിരുന്നിട്ടില്ല. പക്ഷെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താ തുവൂർ കിണറിനെ നമുക്കൊരു ദേശീയ സ്മാരകമാക്കാൻ പറ്റാത്തത്? പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. നോക്കിയപ്പോൾ എന്താ കാര്യം എന്നറിയോ? ആ തുവൂർ കിണർ നിൽക്കുന്ന സ്ഥലം മാത്രമല്ല, അതിന്റെ പരിസരത്തെ ഭൂമി മുഴുവനും ഒരു വലിയ ഭൂമാഫിയയാണ് വാങ്ങിക്കൂട്ടിയത് എന്നാണ് ആളുകളുടെ ധാരണ. ഞാൻ അന്വേഷിച്ച് എന്നപ്പോൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടുപിടിച്ചു. ആ യഥാർത്ഥ ഉടമസ്ഥൻ കാല് പിടിച്ച് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം? മാഷെ, ദയവായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. കാരണം ഞാൻ വിചാരിച്ചാൽ പോലും ആ സ്വത്ത് വിൽക്കാൻ പറ്റില്ല. കാരണം അത് എൻ്റെ സ്വത്തല്ല. എന്നെ കൊണ്ട് അതിൽ ഒപ്പുവെപ്പിച്ചിരിക്കുന്നു എന്നല്ലാതെ അത് വിൽക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ പോലും വിൽക്കാൻ കഴിയില്ല. അഥവാ ഞാനെങ്ങാനും വിറ്റാൽ പിറ്റേന്ന് എൻ്റെ തല കാണില്ല എന്നാ. ഈ തരത്തിലാണ് ഇതിൻ്റെയൊക്കെ ഈ ആസ്തിയുടെ ഒരു പോക്ക്. ഇത് പലതരത്തിലാണ്. അപ്പോൾ ഇത് പരസ്പരം വളരുകയാണ്. ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റോ നരേന്ദ്രമോദി സർക്കാരോ എന്നെങ്കിലും തുവൂർ കിണർ ദേശീയ സ്മാരകമാക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങി വെച്ചിരിക്കുന്നത്. ആ ഭൂമിക്ക് വേണ്ടി നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞാൽ പേടിച്ചും ഒരു പക്ഷേ ആ ഇന്ത്യൻസിനെ, ആ കോസിനെ മാനിച്ചും പണം കൊടുക്കാൻ ആളുകളുണ്ട്. ഒറ്റ വഴിയേ ഉള്ളൂ ഇതിനൊക്കെ. നമ്മളിപ്പോൾ ആരെങ്കിലും ചൂണ്ടിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഈ ബുഷിന് അടിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായി ചൂണ്ടേണ്ടടുത്ത് ചൂണ്ടണം. NGOമാർ മുഖേനയോ ചാരിറ്റി ആക്ടിവിറ്റീസിനോ ഒരു വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് പണം വരേണ്ടതില്ല തീരുമാനിക്കണം. അത് നിയന്ത്രിക്കാൻ കഴിയണം. നിയന്ത്രിക്കാൻ നമുക്ക് നിയമങ്ങൾ ഉണ്ടല്ലോ, വേണ്ടി വന്നാൽ പ്രയോഗിക്കാൻ. അങ്ങനെ പ്രയോഗിച്ചാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടുത്തെ ഒരുപാട് തീവ്രവാദി നേതാക്കന്മാർ പാപ്പരാകും. ഒട്ടേറെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും. അത് സാധിക്കണം നമുക്ക്. അത് സാധിക്കാത്ത കാലത്തോളം നമ്മളിങ്ങനെ ഇപ്പോൾ NIA-യുടെ ഏതെങ്കിലും ഒരു കേസ് കാണുമ്പോൾ അത് ഫ്രെയിം ചെയ്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇരുന്നത് കൊണ്ട് മാത്രമായില്ല എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ഗൗരവമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഗൗരവത്തോടെ അന്വേഷിച്ചു പോകേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കർശന പോപ്പുലർ ഫണ്ട് നിരോധിക്കുന്നു. കുറച്ച് വിജിലൻസ്, ഇപ്പൊ ഈ പണത്തിൻ്റെയൊക്കെ ഇടപാടുകളിൽ ആ രാഷ്ട്രാന്തരീയ തലത്തിൽ കുറച്ച് വിജിലൻസ് വന്നിരിക്കുന്നു. അപ്പൊ കാണാനുണ്ട്, പല സംഘടനകളും നിർജീവമാണ്, പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു, കാട് പിടിച്ച് കിടക്കുന്നു. മഞ്ചേരിയിലെ പ്രമാദമായൊരു കേന്ദ്രം ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഭാഗത്തൊന്ന് പതുക്കെ പോയി നോക്കി, കാട് പിടിച്ച് കിടക്കുകയാണ്, ഒരു അനക്കമില്ല. ഓർമ്മയില്ലേ അനിൽ നമ്പ്യാർക്ക്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമാണ്. നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റ്, ആ സത്യസരണിയുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റ് ഈ രാജ്യത്തേക്ക് വരുന്ന പണവും പോകുന്ന പണവും കൃത്യമായി കണക്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? തീവ്രവാദ പ്രവർത്തനത്തിന് അടിവേര് ഏറ്റവും ചുരുങ്ങിയത്
പിന്നെ ഏതെങ്കിലും ജിഹാദി എവിടെന്നെങ്കിലും ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചോ, എവിടെന്നെങ്കിലും പോലീസുകാരെ കൊള്ളയടിച്ചിട്ടോ, എവിടെന്നെങ്കിലും ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടോ എവിടെയെങ്കിലും പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവനെ നിഷ്പ്രയാസം നമുക്ക് നേരിടാൻ പറ്റും. ഇത് വ്യാപാരമായി നടക്കുന്നത് കൊണ്ടാണ് വലിയ പണക്കാർ. ഇപ്പൊ ആരോ ഇപ്പൊ യൂസുഫ് അലി പണം കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, അറിഞ്ഞുകൊണ്ടും കൊടുക്കും. എന്താ കാരണം എന്നറിയോ? ബിസിനസ്സുകാരന്, കച്ചവടക്കാരന് അവന്റെ ആസ്തിക്ക് പോറൽ പറ്റാൻ പാടില്ല. മമ്മൂട്ടിയും കൊടുക്കും. കണക്കിൽപ്പെടാത്ത പണം, ഒരിക്കലും നികുതി അടക്കാത്ത പണം ഇവിടുത്തെ വലിയ സിനിമാ താരങ്ങളുടെ കയ്യിലുണ്ട്. അവർക്കൊക്കെ അവർക്ക് നേരെ എന്തെങ്കിലും ആരെങ്കിലും ചൂണ്ടി വരുമെന്ന പേടിയുണ്ട്. ആരെങ്കിലും ഒരാൾ കോടതി പോയാൽ പോലും പണിയാവും അവർക്കറിയാം. അതുകൊണ്ട് ഇതിനൊക്കെ പണം കൊടുക്കുന്നതിന് പിന്നിലുള്ള ഈ വ്യാപാരത്തിനോട് കൂട്ടുചേർന്നുള്ള ഒരു കച്ചവടമുണ്ട്. ആ കച്ചവടത്തെ നിലക്ക് നിർക്കാൻ നമുക്ക് കഴിയും. വ്യാപാരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇസ്ലാമിക രാഷ്ട്രമാക്കി കളയാമെന്ന് വിചാരിക്കുന്ന സാധുക്കൾ ഉണ്ടാകും. അവർ ഈ പണത്തിൽ പങ്കാളികളല്ല തീർച്ചയായിട്ടും. ഓക്കെ.